ഹായ് ഹലോ. സന്തോഷ് ജോർജ് കുളങ്ങര. നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, കേരളക്കാർക്കായാലും ഇന്ത്യക്കാർക്കായാലും അല്ലെ വെളിയിലുള്ള ഏതൊരു രാജ്യക്കാർക്കായാലും അറിയാവുന്നൊരു വ്യക്തിയായിരിക്കും. കാരണം ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാൻ പറ്റും. മൊബൈലുള്ള ആൾക്കാർക്കായാലും ടി വി ഉള്ള ആൾക്കാർക്കായാലും എല്ലാ വ്യക്തികൾക്കും അറിയാൻ പറ്റുന്ന ഒരാളാണ് സന്തോഷ് ജോർജ് കുളങ്ങര സാറ്. പുള്ളി എന്ന് പറഞ്ഞാൽ ഒരു ഓൾ ഇൻ ഓൾ ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ മോട്ടിവേറ്റർ എന്നൊക്കെ വേണേൽ പറയാം. ഭയങ്കര മോട്ടിവേറ്റർ. കാരണം നമ്മൾ പുള്ളിയുടെ ഒരു ചെറിയ വാക്കുകൾ നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്ത് ചിന്തിച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതിന്റെ എന്താണ് പുള്ളി പറയുന്നുള്ളത്. എല്ലാത്തിനകത്തും പുള്ളിക്ക് ഒരു കാരണം ഉണ്ടാവും, വ്യക്തമായ കാരണം ഉണ്ടാവും. അല്ല ചുമ്മാ വന്നിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ ഇപ്പോൾ ഒരാൾ വന്ന് പറയുന്ന രീതി അങ്ങനെയുള്ള കാരണമൊന്നുമല്ല. എന്ത് ആയിക്കോട്ടെ, നമ്മളിപ്പോൾ എന്തിനെ കുറിച്ച് ചോദിച്ചാൽ അതിന് കൃത്യമായിട്ടുള്ള മറുപടിയുണ്ട്. കാരണം നമ്മൾ ബൈറ്റൊക്കെ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. യൂട്യൂബിനകത്ത് തന്നെ ഇഷ്ടംപോലെ ബൈറ്റ് ഇടപെടുന്നുണ്ട്. ചെറിയ ബൈറ്റ് നമ്മളിങ്ങനെ സ്വൈപ്പ് ചെയ്ത് പോകുമ്പോൾ ചുമ്മാ ക്ലിക്ക് ചെയ്ത് നമുക്ക് നോക്കുമ്പോൾ നമ്മൾ കേട്ടിരുന്ന് പോകും. ഫുൾ ചിലപ്പോൾ കണ്ടുപോകും. ചിലപ്പോൾ ഒരു 20 മിനിറ്റുള്ള വീഡിയോ ആയിരിക്കാം, ചിലപ്പോൾ 40 മിനിറ്റുള്ള ഒരു വീഡിയോ ആയിരിക്കും. ഇതെല്ലാം നമ്മൾ കണ്ടിങ്ങനെ പോകുന്ന ഒരാളാണ്. ഞാനത് കണ്ടിന്യൂസ് കാണുന്ന ഒരാളാണ്. ഞാനാണെങ്കിൽ എല്ലാ സൺഡേയിലും പുള്ളിയുടെ ഒരു വീഡിയോ സഞ്ചാരിക്കകത്ത് ഈ നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. എല്ലാം ഞാൻ സൺഡേയിലും അനുഭവം അപ്ലോഡ് ചെയ്യും. 28 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റുള്ള വീഡിയോ അത് കണ്ടിന്യൂസ് കാണുന്ന ഒരാളാണ് ഞാൻ. കാരണം പുള്ളിയുടെ ഫാനാണ്. കാരണം ചെറിയൊരു ബൈറ്റ് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി അല്ലെങ്കിൽ സ്വൈപ്പ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. അല്ലെങ്കിൽ ആ പുള്ളിയുടെ വീഡിയോ കണ്ടാലും പറയും. നമ്മളിപ്പോൾ ഒരു വീഡിയോ, ഒരു സാധാരണ ഒരു സ്ഥലത്തേക്ക് പോകുന്നൊരു വീഡിയോ, അതിനെ കൃത്യമായിട്ട് പഠിച്ച് അതെവിടെയായിട്ടാണ് പോകുന്നത്, അതെങ്ങനെയുള്ള വീഡിയോ ആണ്. കാരണം ഞാൻ ഇന്ന് രാവിലെ ഒരു വീഡിയോ കണ്ടു പുള്ളി 20 കൊല്ലത്തിന് ശേഷം ഇപ്പം വന്ദേ ഭാരതിനകത്ത് നമ്മുടെ കാസർഗോട്ടേക്ക് ഞാൻ ചുമ്മാ നോക്കിയത്. പക്ഷെ അത് കണ്ടു തുടങ്ങിയപ്പോൾ പോലെ എനിക്കത് മാറ്റാൻ പറ്റുന്നു തോന്നുന്നില്ല. അതുപോലെ നമ്മളെ ഇൻസ്പയർ ചെയ്യും. കാരണം അതുപോലെ എല്ലാം കൃത്യമായിട്ട് നമ്മളെ ഗ്രാമീണതയും ആ ട്രെയിനിന്റെ പോകുന്ന ട്രെയിൻ വന്ദേ ഭാരതിന്റെ അതിനകത്തുള്ള എക്സിക്യൂട്ടീവ് ആ കോച്ചിന്റെ കാഴ്ചകളും അല്ലെങ്കിൽ അത് നമുക്ക് സ്വൈപ്പ് ചെയ്യാൻ തോന്നത്തില്ല. നമുക്ക് അതുപോലെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അത് കൃത്യമായിട്ട് നമുക്കത് പറഞ്ഞു തരുന്നുണ്ട്. ആ വീഡിയോ പുള്ളിയുടെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്. പിന്നെ പുള്ളി എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു ജന്മം. കാരണം വെച്ചാൽ അങ്ങനൊന്നും 100 ഒരു 1000 ചിലപ്പോൾ ഒരു ലക്ഷങ്ങളിൽ ചിലപ്പോൾ ഒരാളെ അങ്ങനെ കാണത്തുള്ളൂ. അത്രയും കോർഡിനേറ്റ് ചെയ്ത് ലേബർ ഇന്ത്യ എന്നുള്ളൊരു ഞാനൊക്കെ വായിച്ച് മേടിച്ചു ഇഷ്ടം പോലെ വായിച്ചിട്ടുള്ളത്. അതായത് ഒരു പ്രസ്ഥാനം കൊണ്ടുപോകുന്നുണ്ട് ലേബർ ഇന്ത്യ. പിന്നെ സഫാരി ചാനല് പരസ്യം ഇല്ലാതെ കൊണ്ടുപോകുന്നുണ്ട്. ഒറ്റ പരസ്യം കാണിക്കാതെ നമ്മളെ മടുപ്പിക്കാതെ 24 hours അത് നമ്മളെ അങ്ങനെ ഓടിക്കുന്നുണ്ട്. സഞ്ചാരി എന്നൊരു യൂട്യൂബ് ചാനലിൽ അതിനകത്ത് ആ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അതിന്റെ ക്രിയേറ്റിവിറ്റി ഹെഡാണ് പുള്ളി, എഡിറ്ററാണ് പുള്ളി. ഈ ഒരു ഏജ് വെച്ചിട്ട് 25 വയസ്സിലൊരു ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രശ്നമാകുന്നത് ഇപ്പൊ ഒരു 18 വയസ്സ് മുതൽ 25 വയസ്സിലുള്ള അവർക്ക് ആ ഒരു ജനറേഷനാണ്. അവർക്ക് സെറ്റ് എങ്ങനെ ഒരു കറക്റ്റ് ആയിട്ടുള്ളത് കിട്ടത്തില്ല. അപ്പോൾ ഒരു മോട്ടിവേഷൻ ക്ലാസ്സോ അങ്ങനെയുള്ള ഒരു അരമണിക്കൂർ അകണം വെച്ച് പുള്ളി അങ്ങനെ നടത്തുകയെന്നുണ്ടെങ്കിൽ അത് വലിയ ഒരു ഉപകാരമായിരിക്കും. കാരണം വെച്ചാൽ സമൂഹത്തിനായാലും നല്ല, കാരണം എല്ലാം അറിയാം. നമുക്ക് എന്ത് വേണം അത് കൃത്യമായിട്ടുള്ള മറുപടി ഉണ്ട്. ഒരു യാത്രയ്ക്ക് വേണം ഈ യാത്രയുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ സമൂഹത്തിന്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ എഡ്യൂക്കേഷന്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പം കായികമായിക്കോട്ടെ, അല്ലെങ്കിൽ രാഷ്ട്രീയമായിക്കോട്ടെ, ഇതിലെല്ലാം വ്യക്തമായ മറുപടി പുള്ളിയുടെ കയ്യിലുണ്ട്.